നമ്മൾ നേരെ ഇനി പോകുന്നത് ഇരട്ടയാറിലേക്കാണ്. മാലിന്യമുക്തമായി പ്രഖ്യാപിച്ച ഇടുക്കി ഇരട്ടയാർ പഞ്ചായത്തിലെ പുതിയ പ്രസിഡന്റ് ആരാണെന്നറിയാമോ? ആ നാടിനെ സുന്ദരമായി സൂക്ഷിച്ച ഹരിതകർമ്മ സേനാംഗമാണ്. വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച KA രജനിക്കാണ് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം നൽകിയത്. കഴിഞ്ഞ 5 വർഷമായി ഇരട്ടയാർ പഞ്ചായത്തിനെ വൃത്തിയായി സൂക്ഷിച്ചതിന്റെ ക്രെഡിറ്റ് രജനി ഉൾപ്പെടുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്കാണ്. അതിനുള്ള അംഗീകാരമായിരുന്നു മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന പദവി. ഇതിന് ചുക്കാൻ പിടിച്ച സേനാംഗം എന്ന നിലയിലാണ് കോൺഗ്രസ് രജനിക്ക് മത്സരിക്കാൻ അവസരം നൽകിയത്. എൻ്റെ വാർഡിലെ ഓരോ അംഗങ്ങളെയും പ്രത്യേകിച്ച് എടുത്തു പറയാൻ എനിക്ക് എല്ലാവരെയും പരിചിതരായിരുന്നു. എന്നാൽ പോലും ഞാനിങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച് അവരുടെ മുന്നിൽ ചെന്നപ്പോൾ അവരൊരിക്കൽ പോലും നമ്മളോടൊരു സപ്പോർട്ടാണ്, നിൽക്കണം, നമുക്കൊരു ആശങ്ക തോന്നിയപ്പോൾ പോലും അവർ പറഞ്ഞു നിൽക്കുക, ഞങ്ങൾ കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഫലം വന്നപ്പോൾ 261 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ LDFന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തു. പിന്നീട് ഏകകണ്ഠമായി രജനിയെ പ്രസിഡന്റായി തീരുമാനിക്കുകയായിരുന്നു. ആദ്യം ഒരു അവസരമായിട്ട് അവരെൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ആദ്യം നിഷേധിച്ചു. എനിക്ക് അമ്മയ്ക്ക് കുറച്ച് വയ്യാഴികളും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഞാൻ അതിൽ നിഷേധിക്കുകയത്. വീണ്ടും അവരെൻ്റെ അടുത്തേക്ക് തന്നെ വന്നു, നമുക്ക് നിൽക്കാം, ഞങ്ങളൊരു അവസരം തരാമെന്ന് പറഞ്ഞു. അപ്പം എന്തായാലും ഏട്ടാ, നമ്മളെപ്പോലെ ഒരു സാധാരണക്കാർക്ക് ഈ ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നതാണ് അതിൻ്റെ ഏറ്റവും ഒരു ഇതായിട്ട്. അവർ നമ്മളെ അത്രയധികം വിശ്വസിച്ച് അല്ലെങ്കിൽ നമുക്ക് നിർത്താം എന്ന് പറഞ്ഞപ്പോൾ നിൽക്കുമായിരുന്നു ചെയ്തത്. ഹരിതകർമ്മ സേനാംഗമായി വീടുകൾ കയറി സേവനം ചെയ്ത രജനിക്കിനി സർക്കാർ വാഹനത്തിൽ പഞ്ചായത്തിലൂടെ സഞ്ചരിച്ച് ജനങ്ങളെ സേവിക്കാം. വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.